ലക്ഷ്മി. രചന ശ്രീലക്ഷ്മി അമ്പാട്ടുപറമ്പിൽ. ഡോക്ടർ ആദർശ് പുറത്തേക്കിറങ്ങിയതും ശ്രീ അകത്തേക്ക് വന്നു. എന്താ ലച്ചു പ്രോബ്ലം? അവൻ വീണ്ടും ശല്യം ചെയ്യാൻ വന്നോ? ശ്രീയും ഞാനും ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്ന കാലം തൊട്ടേ ആദർശൻ എന്നെ കാണുമ്പോൾ ഇത്തിരി ഇളക്കമുള്ളതാ. ഇപ്പോൾ ശ്രീയുമായി അകന്നു കഴിഞ്ഞപ്പോൾ അതിത്തിരി കൂടിയെന്ന് മാത്രം. ലച്ചു, ഇതെന്തോർത്ത് നിൽക്കുക? അവൻ എന്താ നിന്നോട് പറഞ്ഞത്? അവനീന്ന് ഞാൻ അത് പറഞ്ഞ് മടക്കി വെച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ കയ്യ് ഒന്നുകൂടെ മുകളിലേക്ക് കയറ്റി ശ്രീ തിരിയാൻ തുടങ്ങിയതും ഞാൻ പിന്നിൽ നിന്ന് വിളിച്ചു, ഡോക്ടർ ശ്രീഹരി. ശ്രീഹരി എന്നുള്ള എൻ്റെ ആ വിളിയിൽ ശ്രീ ഒന്ന് ഞെട്ടി. ലച്ചു, വിളിക്കരുതെന്നെ ആ നാവ് കൊണ്ടങ്ങനെ. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നവരും മാത്രം അങ്ങനെ വിളിക്കുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാനത് ആസ്വദിച്ചിരുന്ന കാലമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. ദേഷ്യത്തിൽ കൈ ചുരുട്ടി ചില്ലുമേശമേലൊന്ന് ഇടിച്ചിട്ട് ശ്രീ പുറത്തേക്ക് പോയി. പെട്ടെന്ന് ശ്രീയോട് അത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നുവെന്ന് എനിക്കും തോന്നിപ്പോയി. മനസ്സിന് മൊത്തേ ആകെപ്പാടെ ഒരു അസ്വസ്ഥത. ശ്രീയെ അന്ന് ആദ്യമായി മറ്റൊരു പെൺകുട്ടിക്കൊപ്പം കണ്ടേ അന്ന് തുടങ്ങിയ അസ്വസ്ഥതയാണിത്. നിയമത്തിൻ്റെ സഹായത്തോടെ ശ്രീയെ എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിയെങ്കിലും ആ അസ്വസ്ഥത എന്നെ വിട്ടു പോകാതെ ഇന്നും എന്നോടൊപ്പം. കാലചക്രം മുന്നോട്ട് ഉരുണ്ട് നീങ്ങിയപ്പോൾ ഇതാണ് എൻ്റെ നന്ദൂട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോണത്. വർണ്ണക്കുടയും ബാഗും വാട്ടർ ബോട്ടിലുമൊക്കെയായി പഠനത്തിൻ്റെ ആദ്യ പടി അവൾ ചവിട്ടുകയാണ്. കാർ പാർക്കിംഗ് ഏരിയയിലിട്ട് മോളുടെ കയ്യും പിടിച്ച് ഞാൻ അവളുടെ ക്ലാസ് റൂമിലേക്ക് നടന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാ കുട്ടികളും അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ്. എൻ്റെ നന്ദൂട്ടിക്ക് മാത്രം ആ ഭാഗ്യം ഇല്ലാണ്ടായിപ്പോയി. പാവം മോള്. ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു. ആദ്യ ദിവസം ആയതുകൊണ്ട് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചവരെ ഞാൻ മോൾക്കൊപ്പം ഇരുന്നു. എന്നിട്ട് അവളുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒന്നിച്ച് പുറത്തേക്കിറങ്ങി. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ കയറി അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ ഞങ്ങൾ രണ്ടാളും കഴിച്ചു. പുറത്തേക്കിറങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, കടൽ കാണാൻ പോയാലോ എന്ന്. മോളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണിത്. അവൾ അത്രമേൽ ആഗ്രഹത്തോടെ പറഞ്ഞു. പറ്റില്ലെന്ന് താൻ പറഞ്ഞാൽ ഇന്ന് മുഴുവൻ അവൾ ചിണുങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വണ്ടി നേരെ ബീച്ചിലേക്ക്. ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ ഓർമ്മകൾ ഒരുപാടാണ്. ഇന്നിപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഓർമ്മ മാത്രം. ശ്രീക്ക് നന്ദുമോളെ കൈമാറുന്നതും തിരിച്ച് ശ്രീ എനിക്ക് തരുന്നതും എല്ലാം ആർത്തിരമ്പി വരുന്ന ഈ കടലിനെയും കടലമ്മയും സാക്ഷിയാക്കിക്കൊണ്ടാണ്. അമ്മേ, ഇതെന്തോർത്തിരിക്കുക? വാ, ഇറങ്ങ്. ഞാൻ പതിയെ പുറത്തേക്കിറങ്ങി. നന്ദുമോൾ എൻ്റെ കൈയും പിടിച്ച് മണൽ പരപ്പിലൂടെ നടന്നു. കടൽ ഒത്തിരി അടുത്ത് കണ്ടപ്പോൾ എൻ്റെ കൈവിട്ടവൾ ഓടി. നന്ദു, പതിയെ. അവൾ കടൽ തിരയ്ക്കൊപ്പം മുന്നോട്ടും പിന്നോട്ടും ഓടിക്കൊണ്ടേയിരുന്നു. തിര വരുമ്പോൾ എൻ്റെ അടുത്തേക്കും തിര മാറുമ്പോൾ വീണ്ടും കടലിലേക്കും. അവളുടെ ആ ഓട്ടവും കുട്ടിക്കളിയും കണ്ട് കുറേ നേരം ഞാൻ ആ മണൽപ്പരപ്പിലിരുന്നു. നന്ദുമോളെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ശ്രീയുടെ കൈപിടിച്ച് ഒരുപാട് വട്ടം കടലിലെ ഉപ്പുവെള്ളത്തിലൂടെ കാല് നനച്ചിങ്ങനെ നടന്നിട്ടുണ്ട്. ഈ കടൽ തീരത്ത് വെച്ച് തന്നെയായിരുന്നു നന്ദുമോളുടെ ആദ്യ ചലനം. എൻ്റെ വയറിൽ ചെവി ചേർത്ത് പിടിച്ച് ശ്രീ അത് കണ്ടുപിടിച്ചു. എൻ്റെ മോള് വലുതായപ്പോൾ ശ്രീ എനിക്കൊപ്പമില്ലാതായി. അസ്തമയ സൂര്യൻ്റെ ചുവന്ന വെട്ടം മുഖത്തേക്ക് അടിച്ചപ്പോഴേക്കും അവൾ മോളെ വിളിച്ചു, നന്ദൂട്ടി വാ, നമുക്ക് പോകാം. അമ്മ, ഒരു 10 മിനിറ്റ്, ഇനി നമുക്ക് വേറൊരു ദിവസം വരാം. അതും പറഞ്ഞ് അവളെ ഒരുവിധം കാറിൽ കയറ്റി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും പാതി വഴിയിൽ കാർ നിന്നു. എന്തിനമ്മേ വണ്ടി നിർത്തിയേ? നിർത്തിയതല്ല മോളെ, തന്നെത്താൻ നിന്നതാ. അത് പറഞ്ഞ് താൻ റോഡിലേക്ക് ഇറങ്ങി കാറിൻ്റെ ബോണറ്റ് പൊക്കി നോക്കി. അതുപോലെ തന്നെ അത് താഴ്ത്തി വെച്ചിട്ട് ഞാൻ കാറിൽ ചാരി റോഡിലേക്ക് നോക്കി. അമ്മ, നമ്മളിനി എങ്ങനെ പോകും? വാ, നടന്നു പോകാം. ഞാനൊന്ന് ചിരിച്ചു മോളോടായി അത് പറഞ്ഞു. നടക്കാനോ? എന്നെ എടുക്ക്. അയ്യടി, വല്ല ഓട്ടോയും കിട്ടുമോ നോക്കാം. ഞാനത് പറയുമ്പോഴേക്കും അവൾ ഏതോ പാട്ടും പാടി അങ്ങനെ നിൽക്കുമായിരുന്നു. ഓട്ടോ? അതും പറഞ്ഞ് കൈനീട്ടി ഞാൻ റോഡിൽ കൂടി വന്ന് ഓട്ടോയ്ക്ക് നേരെ പാഞ്ഞെടുത്തു.
അതിനുള്ളിൽ ആളായിരുന്നതുകൊണ്ടാവും അത് നിർത്താതെ പോയി. എൻ്റെ മുഖത്തൊരു ദേഷ്യവും നന്ദൂട്ടിയുടെ മുഖത്തൊരു കള്ളച്ചിരിയും വിടർന്നു. മോളു, നീ കാരണാ നമ്മൾ ഈ പെരുവഴി നിൽക്കുന്നത്. നിന്റെ ഒരു കടലും കരിയും. ഞാനത് പറഞ്ഞു നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് മുമ്പിലൊരു ബ്ലാക്ക് കാർ പാഞ്ഞുപോയി. ഞങ്ങൾക്ക് കുറച്ച് മുൻപിലായി കൊണ്ടുവന്ന് അത് പെട്ടെന്ന് നിർത്തി. പിന്നെ പതിയെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ബ്ലാക്ക് കളർ കാറും കാറിൻ്റെ നമ്പരും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അത് ശ്രീയുടെ കാറാണെന്ന്. ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി വരുന്ന വഴിയാണ്. ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു. ശ്രീ കാറിൽ നിന്നിറങ്ങി. എൻ്റെ ഊഹം തെറ്റിയില്ല. ശ്രീയെ കണ്ടപാടെ നന്ദുമോൾ ഓടിച്ചെന്നു അച്ചാന്ന് വിളിച്ച്. എന്തുപറ്റി? എന്താ വഴി നിൽക്കുന്നേ? എന്നോടായി ശ്രീ അത് ചോദിച്ചപ്പോൾ അലസമായി ഞാനും മറുപടി കൊടുത്തു. ആ, വണ്ടിക്കെന്തോ കംപ്ലൈൻറ്റ്. വാ, വീട്ടിൽ കൊണ്ടുവിടാം. ഇത്രയും നേരമായില്ലേ? വേണ്ട, ഞങ്ങളൊരു ഓട്ടോയ്ക്ക് പോയിക്കോളാം. നിന്ന് വാശി പിടിക്കാതെ വന്ന് വണ്ടി കയറി ലക്ഷ്മി. ശ്രീയുടെ ശബ്ദം അല്പം കനത്തിരുന്നു. അതിനിടയ്ക്ക് തന്നെ നന്ദുമോള് ശ്രീയുടെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. അമ്മേ വാ, നമുക്ക് അച്ഛയുടെ കൂടെ പോകാം. പറയുന്ന കേൾക്ക് ലക്ഷ്മി. ഞാൻ ചെന്ന് എൻ്റെ കാറിൽ നിന്ന് മോളുടെ സ്കൂളിൽ കൊണ്ടുപോയ ബാഗും പിന്നെ എൻ്റെ പേഴ്സും ഫോണും കീയുമെല്ലാം എടുത്തു. ശ്രീയുടെ കാറിൻ്റെ ബാക്ക് ഡോർ തുറക്കാൻ എൻ്റെ വിരലുകൾ നീങ്ങി തുടങ്ങിയപ്പോഴേക്കും നന്ദു മുൻവാതി തുറന്നു തന്നു. അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. മോളെ എടുത്ത് മടിയിലും വെച്ചു. നന്ദുമോള് ശ്രീയോട് സ്കൂളിലെ കാര്യവും ബീച്ചിലെ കാര്യവും എല്ലാം പറയുന്നുണ്ടായിരുന്നു. മോളെയാണ് നോക്കുന്നത് എന്ന വ്യാജേന ശ്രീയുടെ കണ്ണുകൾ പലപ്പോഴും എൻ്റെ മുഖത്തേക്ക് നീളുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഒരുവിധം വീടെത്തി. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വണ്ടിയിട്ട് ഹോണടിച്ചപ്പോഴേക്കും മഞ്ജു ചേച്ചി വന്ന് ഗേറ്റ് തുറന്നു. കാറിൽ നിന്ന് ഇറങ്ങും മുമ്പ് ഞാൻ ശ്രീയോട് പറഞ്ഞു, താങ്ക്സ്. അച്ഛ, വീട്ടിലേക്ക് വാ അച്ഛ. നന്ദുമോള് ശ്രീയെ വിളിച്ചുകൊണ്ടേയിരുന്നു. വരൂ, വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. കേൾക്കാൻ കാത്തിരുന്ന പോലെ ശ്രീ കാറിൽ നിന്ന് ചാടിയിറങ്ങി. ഇരിക്ക്, ചായ എടുക്കാം. അതും പറഞ്ഞ് അടുക്കളയിലേക്ക് തിരിഞ്ഞു. ആരാ മോളെ അവിടെ വന്നത്? അത് നന്ദൂട്ടിയുടെ അച്ഛനാ മഞ്ജു ചേച്ചി. അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. ഉണ്ടാക്കി കൊണ്ടുവന്ന ചായ ശ്രീക്ക് നേരെ നീട്ടുമ്പോൾ അറിയാതെയെങ്കിലും എൻ്റെ കൈ വിറച്ചു. ചായ കൊടുത്ത് ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴും നന്ദുമോള് ശ്രീയുടെ മടിയിലിരുന്ന് എന്തൊക്കെയോ സംസാരത്തിലാണ്. അച്ഛേ വാ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതും പറഞ്ഞ് ശ്രീയുടെ കൈയും പിടിച്ച് നന്ദുമോള് കോണിപ്പടി വഴി മുകളിലെ നിലയിലേക്ക് നടന്നു. ഇച്ചിരി കഴിഞ്ഞ് അവർക്ക് പിന്നാലെ ഞാനും ചെന്നു. മുകളിൽ ഡ്രോയിങ് റൂമിൽ ക്യാൻവാസിൽ ഞാൻ വരച്ച ശ്രീയുടെ ചിത്രം. അവിടേക്കാണ് നന്ദുമോള് ശ്രീയെ കൂട്ടിക്കൊണ്ടുപോയത്. നന്ദു! എൻ്റെ ആ വിളിയിൽ ശബ്ദം അല്പം ഉയർന്നു. ചിത്രം ശ്രീ കണ്ടതിനേക്കാളേറെ അതിനടിയിലെ വാചകങ്ങൾ ശ്രീ കണ്ടപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. ലവ് യു ശ്രീ, മിസ് യു. നന്ദുമോൾക്കത് എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ ഒന്നും അറിയില്ല. ശ്രീ ആ ചിത്രത്തിലേക്കും എൻ്റെ മുഖത്തിലേക്കും നോക്കി. ചിത്രം ശ്രീ കണ്ടതിനേക്കാളേറെ ഞാനിപ്പോഴും ശ്രീയെ ശ്രീ പോലും അറിയാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ എന്ന ദേഷ്യമാണ് എൻ്റെ മുഖത്ത്. ഒരുവിധം ആ വിഷയം മാറ്റി ഞങ്ങൾ താഴേക്ക് വന്നു. എന്നാൽ ശരി, ഇറങ്ങട്ടെ. അതും പറഞ്ഞ് ശ്രീ കാറിലേക്ക് കയറാൻ തുടങ്ങി. അച്ഛേ പോവല്ലേ എന്ന് പറഞ്ഞ് നന്ദുമോള് കരച്ചില്. അപ്പോഴേക്കും ശ്രീ കാറിൽ നിന്നിറങ്ങി. നന്ദു, അച്ഛൻ പോയിട്ട് പിന്നെ വരും. വാ, അമ്മ മോൾക്ക് ഐസ്ക്രീം തരാം. നല്ല കുട്ടിയായിട്ട് വന്നേ. വേണ്ട, എനിക്കൊന്നും വേണ്ട. അച്ഛൻ പോവല്ലേ, ഞാനിന്ന് അച്ഛൻ്റെ കൂടെ ഉറങ്ങൂ. അതും പറഞ്ഞവൾ ശ്രീയുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ തലയ്ക്ക് കൈകൊടുത്ത് നിന്നുപോയി. മോളുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കതവ് തുറന്നു. എന്നാ ലക്ഷ്മി മോള് കരയുന്നേ? ഒന്നുമില്ല ചേച്ചി. അപ്പോഴേക്കും ശ്രീ അവളെ എടുത്തു. കരച്ചിലിന് പെട്ടെന്നൊരു ശമനം. ഞാൻ ക്ലോക്കിലേക്ക് നോക്കി. ഒരു 8 മണിയാകുമ്പോൾ മോൾ ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ പ്ലീസ്? ഇല്ലെങ്കിൽ മോളിന്നിനി കരച്ചിൽ നിർത്തില്ല. മോളെയും കൊണ്ട് ശ്രീ അകത്തേക്ക് കയറി. ശ്രീയുടെ മടിയിലിരുന്ന് മോൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രീയുടെ നോട്ടം മുഴുവനും എതിർവശത്തിരുന്ന് എൻ്റെ കണ്ണുകളിലേക്കാണ്. ശ്രീയുടെ ആ നോട്ടം എപ്പോഴോ എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർത്തി. ഞാനും അറിയാതൊന്ന് ചിരിച്ചു. പെട്ടെന്ന് ശ്രീയുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ അച്ഛാ.
അച്ഛൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാനങ്ങ് എത്തിയേക്കാം. അച്ഛൻ കഴിഞ്ഞിട്ട് കിടന്നു. അതും പറഞ്ഞ് ശ്രീ ഫോൺ വെച്ചു. അച്ഛനാണ് സംസാരിച്ചതെന്ന് ഇതിനോടകം എനിക്ക് മനസ്സിലായി. എൻ്റെ കണ്ണുകൾ വീണ്ടും ചുവരിലെ ക്ലോക്കിലേക്ക് തിരിഞ്ഞു. നന്ദുമോളെ, നമുക്ക് കഴിക്കാം, കഴിച്ചിട്ട് ഉറങ്ങണ്ടേ? ഉറക്കം വരണില്ലമ്മേ. മോളത് പറഞ്ഞു നിർത്തിയതും ശ്രീയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. എൻ്റെ ഉള്ളിൽ ദേഷ്യവും. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ മോളെ ഭക്ഷണം കഴിപ്പിച്ചു. നന്ദു, ഉറങ്ങാം നമുക്ക്. ഞാൻ അച്ഛൻ്റെ കൂടെ കിടക്കൂ, അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട്. നന്ദു, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നീ വന്ന് കിടക്കുന്നുണ്ടോ? കുറേ നേരായി ഞാൻ നിന്റെ താളത്തിനൊത്ത് തുള്ളുന്നു. ഞാൻ ഇന്ന് അച്ഛൻ്റെ കൂടെ ഉറങ്ങൂ. അഹങ്കാരി, ഒന്നേ ഉള്ളെന്ന് വെച്ച് കൊഞ്ചിച്ച് വളർത്തുമ്പോൾ തലേ കയറി നിരങ്ങുന്നു നീ. അത് പറഞ്ഞ് മേശമേലിരുന്ന് ചൂരലെടുത്തു. മോൾക്ക് നേരെ അത് ഓങ്ങാൻ തുടങ്ങിയതും ശ്രീ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നിനക്കെന്താ ഭ്രാന്താണോ? ശ്രീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കരുത്. ലച്ചു, നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ മോളെ തല്ലാൻ പോയത്? മോള് നിൽക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തന്നേനെ. ഞാനത് പറഞ്ഞു നിർത്തി. ഞാനും ശ്രീയും ഒന്നിച്ചു നോക്കിയത് മോളുടെ മുഖത്തേക്കാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്നറിയാതെ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു നന്ദുമോള്. ശ്രീ പെട്ടെന്ന് ചെന്ന് മോളെ എടുത്തു. അച്ഛൻ്റെ മാമ പേടിച്ചോ? അമ്മ വെറുതെ പറഞ്ഞതല്ലേ ഇതൊക്കെ. ശ്രീ അത് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും നന്ദൂട്ടി ശ്രീയുടെ ചുമലിച്ചാരി അവൻ്റെ ദേഹത്തേക്ക് കിടന്നിരുന്നു. ശ്രീ മോളെയും തോളിലിട്ട് അവളുടെ പുറത്ത് മെല്ലെ തട്ടിയുറക്കാൻ ശ്രമിച്ചു. ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ അടുക്കളയിലേക്കും ചെന്നു. മനസ്സിൻ്റെ ഒരു കോണിലിരുന്ന് എൻ്റെ ശ്രീയെ മോളെയും ഞങ്ങളുടെ പഴയ ജീവിതവും തിരികെ വേണമെന്ന് ആരോ മന്ത്രിക്കും പോലെ മറുഭാഗത്ത് അന്ന് ആ ഹോസ്പിറ്റൽ മുറിയിൽ താൻ കണ്ട രംഗങ്ങൾ നിറഞ്ഞു നിന്നു. ഈ വക ചിന്തകളിലൂടെയെല്ലാം ആകെ തുകയായുണ്ടായിരുന്ന കുറച്ചു മുമ്പുണ്ടായ തൻ്റെ ദേഷ്യം, ആ ദേഷ്യത്തിൽ നിറഞ്ഞ പല ഭാവങ്ങൾ, സ്വയം ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത പോലെ. ശ്രീയെ വേണമെന്നും വേണ്ടെന്നും മനസ്സ് പറയുന്നു. കഴുത്തിൽ കിടന്ന ശ്രീയുടെ പേര് കുത്തിച്ചേർത്ത താലിയിലേക്ക് എൻ്റെ വിരലുകൾ നീണ്ടു. ഉറങ്ങുമ്പോൾ പോലും ഇതിൻ്റെ കഴുത്തിൽ നിന്ന് അടർത്തി മാറ്റരുത്. ഇതെൻ്റെ മാറോട് ചേർന്നിങ്ങനെ കിടക്കുമ്പോൾ ശ്രീ എനിക്കൊപ്പം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണത്. ലച്ചു, മോളുറങ്ങി. തോളി കിടന്നുറങ്ങുന്ന നന്ദമോളുടെ പുറത്ത് കൈവച്ചുകൊണ്ട് ശ്രീ എന്നോടായി പറഞ്ഞു. ഞാൻ കൈനീട്ടി മോളെ വാങ്ങി എൻ്റെ തോളിലേക്ക് ചേർത്ത് കിടത്തി. ശ്രീ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ശ്രീക്ക് എന്നോട് പോവാണെന്നൊന്ന് പറഞ്ഞൂടെ? ഒന്ന് തിരിഞ്ഞേലും നോക്കിക്കൂടെ? ഞാൻ മനസ്സുകൊണ്ട് ഓരോന്നൊക്കെ പെറുപെറുത്തു. വീടിന് പുറത്ത് അഴിച്ചിട്ടിരുന്ന ഷൂസ് കാലിലേക്കിട്ട് ശ്രീ എൻ്റെ മുഖത്തേക്കായി നോക്കി. എന്നാൽ ശരി, പോയിട്ട് വരാം. ഞാനൊന്ന് തലകുലുക്കി. ശ്രീ കാറിലേക്ക് കയറി. സീറ്റ് ബെൽറ്റ് ഇട്ട് ഗ്ലാസ് താഴ്ത്തി എൻ്റെ മുഖത്തേക്ക് നോക്കി. സമയം 10 മണി കഴിഞ്ഞു. ശ്രീ, സൂക്ഷിച്ചു പോണം. പെട്ടെന്നാണ് ഞാനത് പറഞ്ഞത്. എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീ കാറ് തിരിച്ചു പോയി. ശ്രീയുടെ കാറ് ദൂരങ്ങൾ താണ്ടി മറയും വരെ മോളെയും തോളിലിട്ട് ഞാനത് നോക്കി നിന്നു. ഒരു കൈകൊണ്ട് ഗേറ്റടിച്ച് ഞാൻ അകത്തേക്ക് കയറി. മോളെ സൈഡിലേക്ക് കിടത്തിക്കഴിഞ്ഞ് ശ്രീയും ശ്രീയുടെ ഓർമ്മകളും എനിക്ക് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടേയിരുന്നു. ചുവരിലെ ആണിയിൽ തൂക്കിയിട്ടിരുന്ന എൻ്റെയും ശ്രീയുടെയും കല്യാണ ഫോട്ടോ ഞാൻ കയ്യിലെടുത്തു. അതിലെ ശ്രീയുടെയും എൻ്റെയും ഫോട്ടോയിലേക്ക് മാറി മാറി നോക്കിക്കിടന്ന് എപ്പോഴോ ഞാൻ മയങ്ങിപ്പോയി. രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകും വഴി മോളെയും സ്കൂളിൽ കൊണ്ടാക്കി. വർഷങ്ങൾ ഓരോന്ന് കാറ്റടിച്ച് ചില്ലകളിൽ നിന്ന് ഇലകൾ കൊഴിയിൽ ലാഘവത്തോടെ കടന്നു. ഇന്നെൻ്റെ നന്ദൂട്ടിക്ക് 10 വയസ്സ്. മാർച്ച് 28. 10 വർഷങ്ങൾക്ക് മുന്നേ എന്നെ വേദനിപ്പിച്ചുകൊണ്ട് അവൾ ഈ ലോകത്തേക്ക് വന്നു. ആദ്യമായിട്ടാണ് മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ അവൾക്കരികിലില്ലാതെ വരുന്നത്. മോള് അവളുടെ അച്ഛനോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടാവും. ഇതെന്തോർത്ത് നിൽക്കുമോ കുട്ടിയെ? ഒന്നുമില്ല തിരുമേനി, ഞാൻ വെറുതെ. കണ്ണ് നിറയണുണ്ടല്ലോ. പ്രാർത്ഥിച്ചു, ഭഗവാനോട് പ്രാർത്ഥിച്ചു. എല്ലാ വിഷമങ്ങളും ഇല്ലാതാക്കും. ശ്രീഹരി, അശ്വതി, ശ്രീനന്ദ, മകീരം. തിരുമേനി രസീത് നോക്കി പേര് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. ദക്ഷിണ കൊടുത്തു. പുഷ്പാഞ്ജലിയുടെ പ്രസാദവുമായി വീട്ടിലേക്ക് നടന്നു.
നടക്കും വഴിയെല്ലാം കൺമുന്നിലൂടെ ഓടി മറിഞ്ഞത് നന്ദമോളുടെ വളർച്ചയും അതിൻ്റെ ഓരോ ഘട്ടങ്ങളുമാണ്. അളന്നു മുറിച്ച ദിവസങ്ങളിൽ മാത്രം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവൻ. പാവം എൻ്റെ കുട്ടി. വീട്ടിൽ വന്ന് ഫോണെടുത്ത് നോക്കുമ്പോൾ ഫോണിൽ ശ്രീയുടെ 10-12 മിസ്ഡ് കോൾ. അമ്പലത്തിൽ പോയതുകൊണ്ട് ഫോൺ മനഃപൂർവ്വം വീട്ടിൽ വെച്ചു. ഇതിപ്പോൾ ശ്രീ എന്തിനാവും എന്നെ വിളിച്ചത്? ഓർമ്മയിലേക്ക് എന്തൊക്കെയോ ചിന്തകൾ ഓടി വന്നു. അപ്പോഴേക്കും കയ്യിലിരുന്ന ഫോൺ വീണ്ടും ശബ്ദിച്ചു. ശ്രീയുടെ കോൾ. എടുക്കണോ വേണ്ടയോ എന്ന കുറേ നേരത്തെ ചിന്തയ്ക്ക് ശേഷം ഒടുവിൽ ഞാൻ കോൾ എടുത്തു. ഹലോ അമ്മേ. മോളെ. ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ് മോളു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. താങ്ക് യു അമ്മ. അമ്മയൊന്ന് വരുമോ? എവിടേക്ക് വരാൻ? എൻ്റെ ചോദ്യത്തിന് മോളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ശ്രീയാണ് മറുപടി പറഞ്ഞത്. ലച്ചു, ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥയിൽ വെച്ച് മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വൈകിട്ട് 5 മണിക്ക്. ലച്ചു വരണം. എടുത്തടിച്ചതുപോലെ ഞാൻ മറുപടിയും കൊടുത്തു. പറ്റില്ലെന്ന്. എന്തുകൊണ്ട്? താല്പര്യമില്ല. അത് തന്നെ. നമ്മുടെ മോൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാൻ തനിക്ക് താല്പര്യമില്ലല്ലേ? നമ്മൾ തമ്മിൽ പിരിഞ്ഞത് എന്തിനാണെന്ന് താൻ ഓർക്കുന്നുണ്ടോ? മുന്നും പിന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഓരോ മറുപടി പറയുമ്പോഴും ഇടയ്ക്ക് അതുകൂടി ഒന്ന് ഓർത്താൻ നിന്ന്. ശ്രീക്ക് മോളുടെയോ എൻ്റെയോ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല. അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത പ്രശ്നമാണ് ഞങ്ങളുടെ ഡിവോഴ്സിനുള്ള കാരണവും. ശ്രീയെയും മറ്റൊരു പെൺകുട്ടിയെയും ചേർത്തുള്ള ആ ഒരു പ്രശ്നത്തെ പബ്ലിക്കിന് മുന്നിൽ വെച്ച് പറഞ്ഞ് നാണം കെടുത്താതിരിക്കാൻ ഞാൻ തന്നെ ഒരു പ്രശ്നം സൃഷ്ടിച്ചെടുത്തു. അപ്പോഴും എന്നിലും എൻ്റെ മനസ്സിനുള്ളിലും മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ് യഥാർത്ഥ കാരണം. ഹലോ, എന്താ ശ്രീ? പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീയാണ് ഇനി തീരുമാനം പറയേണ്ടത്. ഞാൻ വരാം, എൻ്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം. അത് പറഞ്ഞ് താൻ ഫോൺ വെച്ചു. മണിക്കൂറുകൾ ഓരോന്നും മുൻപോട്ട് നീങ്ങുമ്പോഴും എൻ്റെ ഉള്ളിൽ പേടി നിറഞ്ഞു വന്നു. അന്നത്തെ ആ ഡിവോഴ്സിന് ശേഷം ശ്രീയുടെ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത് കാണാൻ പോകുന്നത് ഇന്നാണ്. ആരുടെയൊക്കെയോ എന്തൊക്കെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കണം. ഓരോന്നൊക്കെ ഓർത്തപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാളി. 4 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു കടയിൽ കയറി മോൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി നേരെ ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ. 3rd ഫ്ലോറിലാണെന്ന് ശ്രീ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു. ശ്രീ വാങ്ങിക്കൊടുത്ത ഡീപ്പ് മെറൂൺ കളർ ഗൗണിൽ എൻ്റെ നന്ദൂട്ടി പതിവിലും സുന്ദരിയായിരിക്കുന്നു. എന്നെ കണ്ടപാടെ അവൾ ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തപ്പോഴേക്കും മോളെന്നെ ഒന്ന് അമർത്തി കെട്ടിപ്പിടിച്ചു. അച്ഛാ, ദേ അമ്മ വന്നു. അവളത് ഉറക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ കരികിലേക്ക് ഓടി. ഹോസ്പിറ്റലിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റാഫ്സുമുണ്ട്. ഒരുപക്ഷെ ശ്രീയുടെ ക്ഷണം സ്വീകരിച്ചായിരിക്കും അവരെല്ലാം എത്തിച്ചേർന്നത്. അതിനിടയിൽ എപ്പോഴോ കണ്ടുമറന്നൊരു മുഖം. 7.5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ജീവിതം താറുമാറാകാൻ കാരണമായിരുന്നു ആ മുഖം. അശ്വതി. ശ്രീ വാങ്ങിക്കൊടുത്ത ആ ഡ്രസ്സിൽ എൻ്റെ നന്ദൂട്ടി മനോഹരിയായിരുന്നു. എന്നാൽ അശ്വതി അവളെ ഒന്നുകൂടെ കണ്ട മാത്രയിൽ എന്നുള്ളിലേക്ക് അരിച്ചിറങ്ങിയ ദേഷ്യത്തിന് കയ്യും കണക്കുമില്ല. കൈമുഷ്ടി ചുരുട്ടി മുഖത്ത് വെച്ച് ദേഷ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്നാ വിളി. ലക്ഷ്മി. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട് ശ്രീ. ആ, നിങ്ങളെ പ്രതീക്ഷിച്ച എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ഇനി ഞാനെന്തിനാ? പ്രതീക്ഷിച്ച അതിഥികളെല്ലാം ഉണ്ട്. പക്ഷേ ഈ ആഘോഷത്തിൽ എനിക്ക് വേണ്ടത് എൻ്റെ മോളുടെ അമ്മയാണ്. നീ ഇവിടെ നിന്നേ പറ്റൂ. അമ്മ പ്ലീസ്, പ്ലീസ് അമ്മ പോവല്ലേ. മോളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നല്ലൊരു ദിവസമായിട്ട് എൻ്റെ മോളെ കരയിപ്പിക്കണമല്ലോ എന്നോർത്ത് ഞാൻ അവിടെ തന്നെ നിന്നു. എന്നാ ഇനി കേക്ക് കട്ട് ചെയ്യാം, ശ്രീ ഉറക്കെ പറഞ്ഞു. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം ടേബിളിന് ചുറ്റും കൂടി. മോൾക്ക് അപ്പുറവും ഇപ്പുറവുമായി ശ്രീയും ഞാനും നിന്നു. കേക്ക് കട്ട് ചെയ്യാൻ മോള് കത്തിയെടുത്തതും ശ്രീ എനിക്കരികിൽ വന്നു. മോളുടെ കൈത്തണ്ടയ്ക്ക് മുകളിലേക്ക് കേക്ക് കട്ട് ചെയ്യാനായി ഞാൻ എൻ്റെ കൈ ചേർത്തു. അടുത്ത നിമിഷം തന്നെ എൻ്റെ കൈക്ക് മുകളിൽ ശ്രീയുടെ കൈയും. പെട്ടെന്ന് ഞാൻ എൻ്റെ കൈ വലിച്ചെടുക്കാനൊരു ശ്രമം നടത്തി. ശ്രീ എൻ്റെ കൈയെ ചേർത്തും പിടിച്ചു. ദേഷ്യം കൊണ്ട് ഞാൻ ശ്രീയെ ഒന്നുകൂടെ നോക്കി. ശ്രീ അപ്പോഴേക്കും കയ്യിലെ പിടുത്ത് ഒന്നുകൂടെ മുറുക്കി. എന്നിട്ടൊരു ചെറുചിരിയും. കേക്ക് കട്ട് ചെയ്ത്
ആദ്യം മോളെനിക്ക് നേരെ നീട്ടിയതും ഞാനിത് ശ്രീക്കടുത്തേക്ക് തിരിച്ചു വിട്ടു. ശ്രീ, എനിക്ക് പോണം, മോളെ ഞാൻ കൊണ്ടുപോവാം. ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ, ഞാൻ ഇപ്പോൾ വരാൻ ലച്ചു. അതും പറഞ്ഞ് ശ്രീ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് കണ്ട ചെയറിലിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു കൈ വന്ന് എൻ്റെ തോളിൽ വീണത്. ഡോക്ടർ എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? എൻ്റെ ചുണ്ടുകൾക്കൊപ്പം ഹൃദയമിടിപ്പ് പോലും ആ പേര് മന്ത്രിച്ചു. അശ്വതി. ഡോക്ടർ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇതിനു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത പോലെ. ഒന്നും പറയാനാവാത്ത വിധം എൻ്റെ നാവ് ചലനമറ്റു പോയി. ഇത്രയൊക്കെ എന്നെ ദ്രോഹിച്ചിട്ടും എൻ്റെ സ്ത്രീയെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും അറിയാത്ത പോലെ ഇവൾക്ക് എന്നോട് എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു? മനസ്സുകൊണ്ടുപോലും ഇവളെ ഒന്നും ദ്രോഹിക്കാത്ത എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ ഇവൾക്ക് എങ്ങനെ? ഞാൻ മനസ്സുകൊണ്ട് ഓരോന്നോർത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു. ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലേ? നമ്മൾ ഒരുമിച്ച് മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ, അച്ചു, നീ ഇവിടെ നിൽക്കുവാണോ? നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട്? ഇല്ല ശ്രീയേട്ടാ, ഞാൻ ലക്ഷ്മി ഡോക്ടറെ കണ്ടപ്പോൾ. വേഗം ചെല്ലച്ചു, സമയമായി. ശ്രീൻ്റെ മുമ്പിൽ വെച്ച് അവളോട് ഇത്രമാത്രം ഇടപഴകി സംസാരിച്ചിട്ടും എനിക്കൊന്നും പറയാനായില്ല. വേറെ ഏതോ ലോകത്തെന്ന പോലെ ഞാൻ അങ്ങനെ നിന്നു. എൻ്റെ കൺമുമ്പിൽ നിന്ന് അവൾ നടന്നകലുമ്പോഴും എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നിപ്പോയി. സ്വന്തം ജീവിതം നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയവളെ കൺമുമ്പിൽ ഒരു കയ്യകലത്തി കണ്ടിട്ടും മുഖമടച്ചൊരെണ്ണം കൊടുക്കാൻ പോലും കഴിയാതെ എനിക്ക് പോയല്ലോ എന്നോർത്ത്, എൻ്റെ നിസ്സഹായ അവസ്ഥയെ ഓർത്ത്. ലച്ചു, എന്തേ എന്ന ചോദ്യത്തിൽ ഞാൻ ശ്രീയെ നോക്കി. ശ്രീ കുറേയേറെ കവറുകൾ എനിക്ക് നേരെ നീട്ടി. ഇത് ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിയതാ. അത് ശ്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു പോലും പറയാൻ നിൽക്കാതെ മോളുടെ കൈയും പിടിച്ച് ഞാൻ നടന്നു. കാറിനടുത്തേക്ക് നടന്നടുക്കും തോറും മനസ്സിൻ്റെ ഭാരം കൂടിക്കൂടി വരുന്നത് പോലെ. ഡോർ തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്ന് ലക്ഷ്മി മോളെ എന്ന് വിളിച്ചത്. 7 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് മറന്നൊരു ശബ്ദം. ഓർത്തെടുക്കാൻ എനിക്ക് സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. ബാലൻ മാഷ്, ബാലചന്ദ്രൻ, ശ്രീയുടെ അച്ഛൻ. ഈ കൂടിക്കാഴ്ചയായിരുന്നു ഞാൻ ഏറെ ഭയന്നത്. ഈ അച്ഛനോട് ഞാൻ എന്തു പറയണം? ഒന്ന് തിരിഞ്ഞ് ആ മുഖത്തേക്ക് നോക്കാൻ പോലുമുള്ള യാതൊരു ശേഷിയുമില്ലാതെ ഞാൻ നിന്നു. ഒരുവിധം ഞാൻ തിരിഞ്ഞു നിന്ന് അച്ഛന് അഭിമുഖമാകും വിധം വന്നു. നരച്ചു തുടങ്ങിയ താടിയും നരവീണ മുടിയിഴകളും കയ്യിലെ ഗോൾഡൻ വാച്ചും കട്ടിക്കണ്ണടയും എല്ലാം പഴയ പോലെ തന്നെ. മാഷയ്ക്കൊരു മാറ്റവുമില്ല. മനസ്സിലാണത് പറഞ്ഞെങ്കിലും ശബ്ദം അല്പം കൂടിപ്പോയതുകൊണ്ട് മാഷത് കേൾക്കുകയും ചെയ്തു. അതേ മോളെ, മാഷിനിപ്പോഴും ഒരു മാറ്റവുമില്ല. മാറിപ്പോയത് മുഴുവൻ നീയാണ്. മാഷേ, ഞാൻ 7.5 വർഷത്തെ വിഷമങ്ങളിലായിരുന്നു. മാഷിൻ്റെ ചുമലിലേക്ക് താൻ മുഖം ചേർത്ത് കരഞ്ഞത്. മാഷിൻ്റെ കൈകൾ എൻ്റെ മുടിയിഴകളെ പതിയെ തലോടി. ഒരു നിമിഷം തന്നെ അച്ഛൻ്റെയും സുഹൃത്തിൻ്റെയും മാഷിൻ്റെയും പദവികളെല്ലാം വളരെ ഭംഗിയായി അലങ്കരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമ. ഒരച്ഛനും മരുമകളെ ഇത്രമേൽ സ്നേഹിച്ചിട്ടില്ല. എന്താ മോളെ ഇത്? ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ? ദേ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പലരും. നീ ഒന്ന് കരയാണ്ടിരിക്കുക. ഒഴുകി ഇറങ്ങിയ കണ്ണുനീർത്തുള്ളികളെ കൈത്തണ്ടയാൽ ഒപ്പിയെടുത്തുകൊണ്ട് ഞാൻ മാഷിൻ്റെ ചുമലിൽ നിന്ന് അടർന്നു മാറി. എങ്ങനെ തോന്നി മോളെ നിനക്ക് ഞങ്ങളെയൊക്കെ വിട്ടു പോകാൻ? മാഷെ, ഞാൻ ശ്രീയുടെ ഭാര്യ പദവി അത് ഞാൻ എന്നേക്കുമായി ഉപേക്ഷിച്ചതാണ്. മാഷ് ശ്രീയോട് പറഞ്ഞേക്ക് മനസ്സിലുള്ള കുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ. എന്നിട്ട് എനിക്കെൻ്റെ നന്ദുമോളെ ഇങ്ങ് തന്നാൽ മതി. ഇനി മുന്നോട്ടുള്ള ജീവിതം എനിക്ക് ജീവിച്ച് തീർക്കണമെങ്കിൽ കൂടെ നന്ദുമോൾ വേണം. പിന്നെ ശ്രീയുടെ കുറച്ച് ഓർമ്മകളും, അതുമാത്രം മതി. അടക്കി പിടിച്ചൊരു തേങ്ങലോടുകൂടി അത് പറഞ്ഞു നിർത്തുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം അവ്യക്തമായിരുന്നു. കാരണം എൻ്റെ കണ്ണുകൾ അത്രമേൽ നിറഞ്ഞുപോയി. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? പോട്ടെ മാഷേ. പിന്നെ മാഷിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മുഖം കൊടുക്കാതെ ഞാൻ കാറിലേക്ക് കയറി. സ്റ്റിയറിങ്ങിൽ തലചേർത്ത് കരയുമ്പോൾ കാരണം എന്തെന്ന് പോലും അറിയാതെ നന്ദുമോളും എനിക്കൊപ്പം വിങ്ങിപ്പൊട്ടി. ഒരുവിധം വീട്ടിലെത്തി. കട്ടിലേക്ക് വീഴുമ്പോൾ മനസ്സ് ശൂന്യമാണ്. കിടന്നപാടെ ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ എനിക്കടുത്ത് കുറേയധികം കവറുകൾ. എല്ലാം ശ്രീ മോൾക്ക് കൊടുത്തുവിട്ട ഡ്രസ്സ്.
ഓരോന്നായി മറിച്ചു നോക്കിയപ്പോൾ പീച്ചും ബ്ലൂവും ഇടകലർന്ന് കട്ടുവർക്ക് ചെയ്തൊരു സാരി എൻ്റെ കണ്ണിൽപ്പെട്ടു. അത് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ അതിൽ നിന്നൊരു പേപ്പർ കഷ്ണം പറന്നു വീണു. എൻ്റെ ലച്ചുവിന് കീറിക്കളയാതെ ഇത് മുഴുവൻ വായിക്കണം. എത്രയൊക്കെ നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നീ എൻ്റേതാണ്, എൻ്റെ മാത്രം. എന്നും എപ്പോഴും നിന്റെ മനസ്സിൽ ഇപ്പോഴും പഴയ ആ ലച്ചുവുണ്ട്. കുറവ് വരാത്ത എന്നോടുള്ള ആ സ്നേഹവുമുണ്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, നിന്റെ മാത്രം ശ്രീ. ഞാനിത് വായിച്ചു തീർന്നപ്പോഴാണ് കോളിംഗ് ബെല്ലു ശബ്ദിക്കുന്നത് കേട്ടത്. ഒപ്പം മോളുടെ വിളിയും. അമ്മേ, ഒന്നിങ്ങി വന്നേ, ഇതാരാണെന്ന് നോക്കിയേ. കയ്യിലിരുന്ന ലെറ്റർ പിടിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്തു. ഡിസ്പ്ലേയിൽ വീണ്ടും ആ പേര് തെളിഞ്ഞു വന്നു, ശ്രീ. തുടരും.